ബിഗ് ബോസും നമ്മുടെ പവർ ടീമിന്റെ തീരുമാനത്തിന്റെ കൂടെയാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഗബ്രിയും അർജുനും ഒക്കെ ആകെ കിളി പോയിരിക്കുവാണ്. എന്തുവാണ് ഇവിടെ നടക്കുന്നത് എന്നോർത്ത്. റസ്മിനും ജാസ്മിനും അപ്സരയും ഒക്കെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എന്നെങ്കിലും ഇവിടെ ഇറങ്ങാൻ സാധിക്കുമായിരിക്കും എന്നോർത്ത് സമാധാനിച്ച് ഇരിക്കുകയാണ്. ജാസ്മിൻ ആണെങ്കിൽ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം ഫുൾ കോമഡിയാണ്. ഒന്നിൽ കൂടുതൽ തവണ പവർ ദുരുപയോഗം ചെയ്ത കില്ലാടികളാണ് ആ റൂമില് കിടക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ അത് ഏറ്റവും വലിയ വിരോധാഭാസം. ഇതിലും വലിയ പണി അവർക്കിനി കിട്ടാനില്ല എന്നേ പറയാനുള്ളൂ. ഞങ്ങളെ എച്ചിലും നിങ്ങൾ കഴുകണം എന്നുള്ള അവരുടെ ആ അടിമത്തത്തിനെതിരെ നമ്മുടെ ഈ പുതിയ പവർ ടീം ആഞ്ഞടിച്ചിരിക്കുകയാണ്. അമ്മാതിരി ബ്രില്യൻ ഗെയിം. അതും ജിൻഡോയുടെ ക്യാപ്റ്റൻസിയില് ജിൻഡോ ഇതുവരെ ഒരു ക്യാപ്റ്റൻസിയിലും ആരും ഇങ്ങനെ ഒരു കളി കളിച്ചിട്ടില്ല. ബിഗ് ബോസിനും ഇത് തന്നെയായിരുന്നു വേണ്ടത് എന്ന് പുള്ളിയും തെളിയിച്ചു. ടാസ്ക് ലെറ്റർ അയച്ച് മനുഷ്യത്വമില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് ഡെൻ ടീമിനും ജാസ്മിനും അടിയുണ്ടാക്കാം. പക്ഷെ ഇത് ഈ സീസണിലെ ചരിത്ര നിമിഷമാണെന്ന് ഞാൻ പറയും. ജാസ്മിൻ ഇല്ലാതെ ശ്രീരേഖ ചേച്ചിയും ടണലും പ്ലാൻ ചെയ്തോ എന്ന് വിളിച്ചു പറഞ്ഞ സിബിന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്. ദിസ് ഇസ് പവർ മാൻ, ദിസ് ഇസ് പവർ, ദിസ് ഇസ് സൂപ്പർ പവർ, ഐ ഹാവ് മെയ്ഡ് മൈ മൈൻഡ്. അവരിനി എപ്പോ ഇറങ്ങണമെന്ന് നമ്മൾ തീരുമാനിക്കും. സിബിൻ ഒരു പൊളിക്കുന്നുണ്ട്. ഇങ്ങനെ മാസ് അടിച്ച് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് ആകെ എക്സൈറ്റഡ് ആണ്. പക്ഷെ ഇത് ജിൻഡോയുടെ ബുദ്ധിയാണ് എന്ന് ലൈവ് കണ്ട നമുക്കറിയാം. ജിൻഡോയുടെ മാത്രം ബുദ്ധിയാണ്. ജാസ്മിൻ ഇനി മേലാൽ മറ്റുള്ള മുറികളിൽ കയറരുത് എന്നൊരു തോട്ടിൽ നിന്നുമാണ് ജിൻഡോയ്ക്ക് ഇത് കിട്ടിയത്. ജാസ്മിൻ ഇതിപ്പോ അവിടെ ഇരുന്ന് പറയുകയും ചെയ്തു ആ റൂമിലിരുന്ന്. ഇനി ഇവരെ ബഹുമാനിക്കും എല്ലാരും. അതാണ് ഇതിന്റെ അത് ഹൈലൈറ്റ്. ഇവിടുന്ന് ഈ സീസണിന്റെ സീൻ മൊത്തത്തിൽ അങ്ങ് മാറുകയാണ് മക്കളെ. ദ ഗെയിം ഹാസ് ചേഞ്ച്ഡ്. ഇതാണ് ഇപ്പൊ പവർ ടീമും ക്യാപ്റ്റനും ക്യാമറയുടെ മുന്നിലും പറഞ്ഞത്. ഗബ്രിയും ജാസ്മിനും ഒറ്റയ്ക്ക് കളിക്കാത്തത് കൊണ്ടാണ് ഇവരെ പൂട്ടിയിട്ടത് എന്നാണ് പറയുന്നത്. അവിടെയുള്ള ആരും തന്നെ ഒറ്റയ്ക്ക് കളിക്കുന്നില്ല, ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇവര് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞത്, പൂജയൊക്കെ കൂടെ. എന്തായാലും പൊളിച്ചടുക്കി. ഈ ഒരു കാര്യം വളരെ എക്സൈറ്റഡ് ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.